ओम शांति 17/9/2022। बाबा कहते, मीठे बच्चे, तुम्हारी ये लाइफ मोस्ट वैल्यूबल है। तुम्हें इस जन्म में कौड़ी से हीरे जैसा बनना है। इसलिए जितना हो सके बाप को याद करो. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ഈ ജീവിതം ഏറ്റവും മൂല്യമുള്ളതാണ്. നിങ്ങൾ ഈ ജന്മത്തിൽ കക്കയിൽ നിന്നും വജ്രസമാനമായി മാറണം. അതുകൊണ്ട് എത്രമാത്രം സാധിക്കുമോ ബാബയുടെ ഓർമ്മയിലിരിക്കൂ. അപ്പൊ നമ്മുടെ ജീവിതം വളരെ വിലപിടിച്ചതാണ്. ഈ ജന്മത്തിലാണ് നമുക്ക് കക്കയിൽ നിന്നും വജ്ര സമാനമായി മാറേണ്ടത്. അതുകൊണ്ട് എത്രമാത്രം സാധിക്കുമോ ബാബയുടെ ഓർമ്മയിലിരിക്കും. ചോദ്യം, കിസ് ഏക് ബാത് മേ ഖബർദാർ ന രഹനെ സെ സാരാ രജിസ്റ്റർ ഖറാബ് ഹോ ജാത്തെ ഹൈ. ചോദ്യം ഇതാണ്, ഏതൊരു കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ നമ്മുടെ മുഴുവൻ രജിസ്റ്ററും ചീത്തയാകും. ഏതൊരു കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുന്നില്ല എങ്കിൽ നമ്മുടെ മുഴുവൻ രജിസ്റ്ററും ചീത്തയാകും. ഉത്തരം, അഗർ കിസി കോ ഭി ദുഃഖ ദിയാ തോ ദുഃഖ ദേനെ സെ രജിസ്റ്റർ ഖറാബ് ഹോ ജാത്തെ ഹൈ. അപ്പൊ ബാബ പറയുന്നു, കുട്ടികളെ, ആർക്കെങ്കിലും നിങ്ങൾ ദുഃഖം കൊടുത്തിട്ടുണ്ടെങ്കിൽ ദുഃഖം നൽകുന്നതിലൂടെ രജിസ്റ്റർ ചീത്തയാകുന്നു. ഇസ് ബാത് മേ ബഡി ഖബർദാരി ചാഹി. ഈ കാര്യത്തിൽ വളരെയധികം ജാഗ്രത ആവശ്യമാണ്. അപ്പൊ ആർക്കും നമ്മൾ ദുഃഖം കൊടുക്കരുത്. ആർക്കെങ്കിലും നമ്മൾ ദുഃഖം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ മോശമാകും. ഈ കാര്യത്തിൽ നമുക്ക് വളരെയധികം ജാഗ്രത ആവശ്യമാണ്. ദൂസരെ കോ ഭി ദുഃഖ ദേന മന സ്വയം കോ ഭി ദുഃഖി കർണ. മറ്റുള്ളവർക്ക് ദുഃഖം നൽകുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്വയത്തിന് ദുഃഖം നൽകുക, സ്വയത്തിനെ ദുഃഖിയാക്കി മാറ്റുക. ജബ് ബാപ്പ് കഭി കിസി കോ ദുഃഖ നഹി ദേത്തെ ഹൈ തോ ബച്ചോं को बाप समान बनना है. ബാബ ആർക്കും തന്നെ ദുഃഖം നൽകുന്നില്ലല്ലോ. കുട്ടികൾ ബാബയ്ക്ക് സമാനമാകണം. 21 जन्मों का राज्यभाग्य लेने के लिए एक तो पवित्र बनो, दूसरा मनसा वाचा कर्मण किसी को दुख ना दो. 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നേടുന്നതിന് വേണ്ടി ഒന്ന്, കുട്ടികൾ പവിത്രമായി മാറൂ. രണ്ട്, മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകാതിരിക്കൂ. ഗൃഹസ്ഥ വ്യവഹാർ മേ ബഹുത് മീഠ വ്യവഹാർ കരൂ. ഗൃഹസ്ഥത്തിൽ വളരെയധികം മധുരമായ പെരുമാറ്റവും പ്രവൃത്തികളും ഉള്ളവരായി മാറൂ. അപ്പൊ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ വളരെയധികം മധുരതയോടുകൂടി അല്ലെ ഓരോ കാര്യങ്ങളും ചെയ്യൂ, പെരുമാറൂ, സംസാരിക്കൂ. എല്ലാം തന്നെ പെരുമാറുന്നതും സംസാരിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം ഗൃഹസ്ഥത്തിൽ വളരെയധികം മധുരതയോടുകൂടി വേണം. അപ്പൊ ബാബ രണ്ട് കാര്യമാണ് പറഞ്ഞത്. 21 ജന്മങ്ങളിലേക്ക് രാജ്യഭാഗ്യം നേടുവാനായിട്ട് ഒന്ന്, പവിത്രമാകൂ. രണ്ട്, മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകാതിരിക്കൂ. വളരെ മധുരത നിറഞ്ഞ സംസ്കാരത്തോടെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കൂ. ഗീതം തക്ദീർ ജഗാക്കർ ആയി ഹും, ഭാഗ്യത്തെ ഉണർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഓം ശാന്തി. तुम जानते हो हम आत्माएं अपनी क्या तकदीर बनाकर आए हैं. ഇവിടെ കുട്ടികൾക്ക് അറിയാം, നമ്മൾ ആത്മാക്കൾ നമ്മുടെ ഭാഗ്യം നിർമ്മിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അഭി ഫിർ നയി ദുനിയ കെ ലിയെ ഹം തക്ദീർ ബനാ രഹേ ഹൈ. ഇപ്പോൾ ഈ സമയത്ത് പുതിയ ലോകത്തേക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ഭാഗ്യം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, സംഗമയുഗത്തിലാണ് ഭാഗ്യവിധാതാവ് ഈ സൃഷ്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗ്യം നിർമ്മിക്കുന്നു. അല്ലെ, അപ്പോ നമ്മള് അല്ലെ ബാബ നമ്മളെ വന്നിട്ട് സംഗമയുഗത്തിൽ
അല്ലെ കലിയുഗത്തിന്റെ അല്ല വളരെ ആഴത്തിലുള്ള അജ്ഞാത നിദ്രയിൽ അല്ലെ അജ്ഞാന നിദ്രയിൽ നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ബാബ വന്ന് നമ്മളെ ഉണർത്തി. പക്ഷെ ഭാഗ്യവിധാതാവ് വന്ന് ഉണർത്തിയത് എന്താണ്? അല്ലെ നമ്മുടെ അടുത്ത് ഭാഗ്യം വരയ്ക്കാനുള്ള പേന നൽകിയിട്ടാണ് ഭാഗ്യവിധാതാവ് നമ്മളെ ഉണർത്തിയത്. അല്ലെ അപ്പൊ നമ്മള് ഇപ്പോൾ നമ്മുടെ ഭാഗ്യത്തെയും കൂടി ഉണർത്തിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. ये भी जानते हो वो है जिस्मानी लड़ाई पर तुम ब्राह्मण हो रूहानी लड़ाई. കുട്ടികൾക്ക് അറിയാം അല്ലെ ലോകത്തിലെല്ലാവരും ഭൗതികമായിട്ടുള്ള യുദ്ധത്തിലാണ്, എന്നാൽ നിങ്ങൾ ബ്രാഹ്മണ കുട്ടികൾ ആത്മീയമായ യുദ്ധത്തിലാണ്. അല്ലെ ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, കുടുംബ കലഹങ്ങൾ നടക്കുന്നു അല്ലെ, ഇങ്ങനെ പല പ്രകാരത്തിലുള്ള യുദ്ധങ്ങൾ ഭൗതികമാണ്. പക്ഷെ ഇവിടെ ആത്മീയ യുദ്ധമാണ് നടക്കുന്നത്. നയി ദുനിയാ കാ മാലിക് ബന്നെ കെ ലിയെ രാവൺ പർ രാജ്യ പാനെ കെ ലിയെ തും ലഡായി പർ ഹോ. പുതിയ ലോകത്തിന്റെ അധികാരിയാകുന്നതിന് വേണ്ടി, രാവണന്റെ മേലെ വിജയം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി നമ്മൾ യുദ്ധക്കളത്തിലാണ്. ഈ സമയം സന്മുഖ ബൈഠ്കർ സംജാത്തെ ഹെ തോ ടീക്ക് ലഗ്താ ഹെ. അല്ലെ ബാബ ഈ സമയത്ത് വന്ന് സന്മുഖത്തിൽ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇത് ശരിയാണ്. ബാഹർ നിക്കൽനെ സേ ഇത്നി അച്ഛേ അച്ഛി പോയിന്റ്സ് ഭൂൽ ജാത്തെ ഹെ. അല്ലെ ഇപ്പൊ ബാബ പറയുന്ന ഓരോന്നും കേൾക്കുമ്പോൾ നമ്മളത് ആസ്വദിച്ചുകൊണ്ട് കേൾക്കുന്നു. പക്ഷേ ഗേറ്റിന്റെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ ബാബ പറഞ്ഞു തന്ന ഈ ജ്ഞാനരത്നങ്ങൾ, ഇത്രയും വിലപിടിച്ച അമൂല്യമായ ജ്ഞാന ബിന്ദുക്കൾ കുട്ടികൾ മറന്നു പോവുകയാണ്. തും മുർജാ ജാത്തെ ഹോ, കാരണം നിങ്ങൾ വാടിപ്പോകുന്നു. ബാബേ ശ്രീമത്ത് ദേനേവാല. ബാബ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകുന്നവനാണ്. നയി ദുനിയാക്ക സ്വരാജ്യ ദേനേവാല. പുതിയ ലോകത്തിന്റെ സ്വരാജ്യം നമുക്ക് നൽകുന്നവനാണ് ബാബ. സ്വ അർത്ഥാത് ആത്മാ കഹത്തി ഹെ പെലെ മുജെ ഗദായി തി അബ് രാജായി മിൽത്തി ഹെ. അല്ലെ ബാബ പറയാണ്, ആത്മാവ് പറയാണ്, എനിക്ക് ആദ്യം അല്ലെ എന്തായിരുന്നു, ആദ്യം കഴുതയുടെ മേലെയായിരുന്നു നമ്മള് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോഴാണ് നമുക്ക് രാജ്യഭാഗ്യം ലഭിച്ചത്. കഴുത എങ്ങനെ വിഴുപ്പുപാണ്ഡം ചുമന്ന് നടക്കുന്നുവോ അതേപോലെ നമ്മൾ ഗൃഹസ്ഥത്തിന്റെ വിഴുപ്പുപാണ്ഡം ചുമന്ന് നടക്കായിരുന്നു. എല്ലാ ഭാരങ്ങളും എന്റെ തലയിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കായിരുന്നു. പക്ഷെ ഈ സമയത്ത് ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് രാജ്യഭാഗ്യം നൽകുകയാണ്. തോ ഉൻകോ ഗദായിക്കും കഹത്തെ ഹെ. അല്ലെ ബാബ പറയാണ്, അതുകൊണ്ട് അല്ലെ നമ്മള് ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോൾ ബാബ എന്തുകൊണ്ടാണ് പറയുന്നത് അല്ലെ കഴുതയെ പോലെയാണ് അല്ലെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഗദായി രാജായി എന്ന് പറയുന്നത് ബാബ പ്രാസം ഒപ്പിച്ച് പറയാണ്. तो गधे का मिसाल देते हैं क्योंकि गधे को श्रृंगार कर धोबी लोग कपड़े की बॉर्डरी रखते हैं. അല്ലെ ശരിക്കും എന്തുകൊണ്ടാണ് ബാബ കഴുതയുടെ ആ ഒരു എന്താണ് ഉദാഹരണം നൽകുന്നത്? കഴുതയെ നല്ല പോലെ അലങ്കരിക്കും അല്ലെ, നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്ത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇതൊക്കെ വിരിച്ചിടും, നല്ല കളർഫുൾ ആയിട്ടതൊക്കെ പുറത്ത് വിരിച്ചിടും. കഴുതനെ നന്നായിട്ട് അങ്ങ് അലങ്കരിക്കും. കഴുതയുടെ പുറത്ത് ഈ ഡോബികൾ എന്താ ചെയ്യുന്നേ? കഴുതയുടെ പുറത്ത് ഓരോരോ വീട്ടിൽ നിന്ന് മേടിക്കുന്ന അഴുക്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, വിഴുപ്പുപാണ്ഡം, ആ വിഴുപ്പുപാണ്ഡം എന്ത് ചെയ്യും? കഴുതയുടെ പുറത്ത് വെക്കും അല്ലെ. ഗദ്ദനെ മിട്ടി തേക്കി തോ മിട്ടിമേ ലത്തേടി ലഗാനെ ലഗ്തേ ഹെ. അതായത് ഈ കഴുത എന്നിട്ട് എങ്ങനെയാണെന്നറിയാം? കഴുതയാണെങ്കിൽ ഇനി എത്ര അലങ്കരിച്ചുകൊണ്ട് നടന്നാലും കഴുത മണ്ണ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണിൽ കിടന്ന് ഉരുളും, മണ്ണിൽ കയറി കിടക്കും അല്ലെ. തോ യഹാംബി ബാപ്പായേ ഹെ ബച്ചോങ്കോ സ്വരാജ്യ ദേനെ. ഇവിടെ ബാബ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സ്വരാജ്യം നൽകുവാൻ വേണ്ടിയാണ്. ശൃംഗാർ കർത്തേ ഹെ, സ്വരാജ്യം നൽകുവാനായിട്ട് ബാബ കുട്ടികളെ അലങ്കരിക്കുകയാണ്. ചലത്തെ ചലത്തെ ബച്ച ഫിർ മായാ കി ധൂൾ മേ പഡ്കർ ശൃംഗാർ സാര കലാസ് കർ ദേത്തെ ഹെ. പക്ഷെ മുന്നോട്ട് പോകുമ്പോൾ കുട്ടികള് മായയുടെ ആ പൊടി പടലങ്ങളിൽ മണ്ണിൽ ചെന്ന് ഉരുണ്ട് തന്റെ അലങ്കാരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്നു. അപ്പൊ തനി കഴുതയെ പോലെയാണോ? അല്ലേ? ബാബ വന്നിട്ട് കുട്ടികളെ അലങ്കരിക്കുകയാണ്. വളരെ നന്നായിട്ട് സ്വരാജ്യം നൽകാൻ, രാജ്യഭാഗ്യം നൽകാൻ അലങ്കരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ കുട്ടികള് മായയുടെ അഴുക്കുകളിലും മണ്ണിലും പോയി കിടന്ന് ഉരുണ്ട് അല്ലെ തന്റെ അലങ്കാരങ്ങളെല്ലാം സമാപ്തമാക്കുന്നു. ബച്ചെ കുതുബി സമജ്തേ ഹെ ബാബ ഹംകോ ശൃംഗാർത്തെ ബഹുത് അച്ഛാ ഹെ. കുട്ടികൾക്ക് അറിയാം ബാബ വന്ന് നമ്മളെ ഒരുപാട് അലങ്കരിക്കുകയാണ്, മനോഹരമായി അലങ്കരിക്കുകയാണ്.
फिर माया ऐसे प्रबल है हम लतेड़ कर ശൃംഗാർ ഖറാബ് കർ ദേത്തെ ഹെ. മായയും അത്രയും ശക്തിശാലിയാണ്, മായ അത്രയും പ്രബലനാണ് അല്ലെ. മായ എന്ത് ചെയ്യും അല്ലെ? നമ്മളെ ബാബ അലങ്കരിക്കുമ്പോ മായ എന്ത് ചെയ്യും? നമ്മളെ മണ്ണിലിട്ട് ഉരുട്ടി അല്ലെ നമ്മുടെ അലങ്കാരങ്ങളെല്ലാം ചീത്തയാക്കുന്നു. സബ്സെ ബഡി ധൂൾ ഹെ വികാർ. ഏറ്റവും വലിയ അഴുക്ക് എന്ന് പറയുന്നത് വികാരങ്ങളാണ്. തുമാരി ലഡായി ഹെ ഹി കാസ് വികാരോസെ. നമ്മുടെ യുദ്ധം മുഴുവൻ വികാരങ്ങളുമായാണ്. ബാബ് കഹത്തെ ഹെ കാം വികാർ മഹാശത്രു ഹെ. ബാബ പറയാണ് കാമവികാരം മഹാശത്രുവാണ്. കൈസെ ശത്രു ബന കോയി ബി നഹി ജാൻത. എങ്ങനെയാണ് കാമവികാരം നമ്മുടെ ശത്രു ആയത്? അത് ആർക്കും അറിയില്ല. ബാപ്നെ ഹംകോ സ്വരാജ്യ ദിയ അബ് ഗവായ ഹെ. ബാബ വന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്വരാജ്യം നൽകി, പക്ഷെ ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഫിർ ബാപ് ആക്കർ വികാരം പർ ജീത്ത് പാനെ കി യുക്തിയ ബത്താത്തെ ഹെ. ബാബ വന്നിട്ട് വികാരങ്ങളുടെ മേലെ വിജയം പ്രാപ്തമാക്കാനുള്ള യുക്തി നമുക്ക് നൽകുകയാണ്. വാസ്തവമേ തുമാരി ലഡായി കാ മഹാശത്രു സെ ഹെ. വാസ്തവത്തിൽ നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് കാമമാകുന്ന മഹാശത്രുവിനോടാണ്. അബ് ബാബ് കഹത്തെ ഹെ കാമി സെ നിഷ്കാമി ബനോ. ബാബ പറയാണ് കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ആരാകണം? കാമിയിൽ നിന്നും നിഷ്കാമിയാകും അല്ലെ. കാമവികാരത്തിന് അടിമപ്പെട്ടവരെയാണ് കാമി എന്ന് പറഞ്ഞത്. കാമിയിൽ നിന്നും നിങ്ങൾ ആരാകൂ? നിഷ്കാമിയാകൂ. വികാരിയാകരുത്. പിന്നെ എന്താകണം? കാമിയിൽ നിന്ന് നിഷ്കാമിയാകൂ. നിഷ്കാമിയാകൂ എന്ന് പറഞ്ഞ എന്താർത്ഥം? ഒരു ആഗ്രഹങ്ങളും ഭൗതികമായ ലൗകികമായ അല്ലെങ്കിൽ ഈ പഴയ ലോകത്തോട് നിങ്ങൾ ഒരു ആശകളും ഒരു ആഗ്രഹങ്ങളും പുലർത്താത്തവരായിട്ട് മാറൂ. നിഷ്കാമി അർത്ഥാത് കൊയ് ബി കാമന നഹി. നിഷ്കാമി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഭൗതികമായിട്ടുള്ള യാതൊരു ആഗ്രഹങ്ങളും ഇല്ല, ലൗകികമായിട്ടുള്ള യാതൊരു പഴയ ലോകത്തിൽ നിന്നും ഒരു ആഗ്രഹങ്ങളും പുലർത്താത്തവരായി മാറും. ജിസ്മേ കൊയ് വികാർ നഹി ഉസ്കോ നിഷ്കാമി കഹെ. യാതൊരു വികാരങ്ങളും ഇല്ലാത്ത, അതായത് എന്താണ്? കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം അല്ലെ, പിന്നെന്താണ് എന്താ വ്യർത്ഥമായിട്ടുള്ള മത്സരങ്ങള്, പിന്നെ അലസത, ആലസ്യം, അങ്ങനെയുള്ള ഒരുപാട് ദുർഗുണങ്ങൾ ഉണ്ടല്ലേ. ഇനിയും മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നും നമ്മളുടെ പാടില്ല. അപ്പൊ പറയണ്ട, ഇതിന്റെയൊക്കെ മേലെ വിജയം പ്രാപ്തമാക്കണം. അപ്പോഴാണ് നമ്മൾ നിഷ്കാമിയാകുള്ളൂ അല്ലെ. നിഷ്കാമിയായിരിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. ബാബ കാംപർ ജീത്ത് പേനാത്തെ ഹേ. ബാബ വന്നിട്ടാണ് കാമത്തിന്റെ മേലെ വിജയം പ്രാപ്തമാക്കി തരുന്നത്. കോയിക്കോ പത്താ നഹി കി രാമൻ രാജ്യ കബ്സെ ശുരു ഹുവ. ആർക്കും അറിയില്ല ഈ രാവണ രാജ്യം എപ്പോഴാണ് ആരംഭിച്ചത്. ജഗന്നാഥ് കെ മന്ദിർ മേ ദേവതാവും കെ ബഡെ ഗന്ധേ ചിത്ര ലഗേ ഹെ. ജഗന്നാഥന്റെ ക്ഷേത്രത്തിൽ അല്ലെ ദേവീ ദേവതകളുടെ വളരെ മോശമായ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, കാണിച്ചിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. ഇസെ സിദ്ധ ഹോത്താ ഹെ ദേവതാവും കെ വാമാർഗ മേ ജാനെ സെ മനുഷ്യ കാമി ബൻ ജാത്തെ ഹെ. ഇത് തെളിവാണ്. ദേവീ ദേവതകൾ എപ്പോഴാണോ വാമമാർഗത്തിലേക്ക് പോകുന്നത്, ദ്വാപരയുഗത്തിൽ രാവണ രാജ്യം ആരംഭിക്കുമ്പോഴാണ് ദേവീ ദേവതകൾ വാമമാർഗത്തിലേക്ക് പോകുന്നത്. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം ഈ വികാരങ്ങളിലേക്ക് ദേവീ ദേവതകൾ പോകുന്നത് ദ്വാപര യുഗത്തിലാണ്. അപ്പൊ ദ്വാപര യുഗത്തിൽ ദേവതകൾ വാമമാർഗത്തിലേക്ക് പോകുമ്പോഴാണ് മനുഷ്യൻ ആദ്യം തന്നെ കാമവികാരത്തിന് അടിമപ്പെടുന്നത്, കാമിയായി മാറുന്നത്. അഭിത്തും കാമി മനുഷ്യത്തെ നിഷ്കാമി ദേവത ബൻരേഖോ. ഇപ്പോൾ നിങ്ങൾ കാമിയായ മനുഷ്യനിൽ നിന്നും നിഷ്കാമിയായ ദേവതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നിഷ്കാമി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അല്ലെ? ബാബയാണ് നമ്മുടെ ലോകം അല്ലെ. ബാബയാണ് നമ്മുടെ ലോകം. ബാബയാകുന്ന ലോകത്തിൽ നിന്നാണ് നമ്മളെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ബാബയോടാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പുലർത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഈ പഴയ ലോകത്തിന് നമ്മൾ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. പഴയ ലോകത്തിൽ നമുക്ക് ഒന്നും വേണ്ട. പഴയ ലോകത്തിൽ നമുക്ക് യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. പഴയ ലോകത്തിൽ അത് വേണം ഇത് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും നമുക്കില്ല അല്ലെ. അങ്ങനെ നമ്മള് പഴയ ലോകത്തോട് യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാത്തവരായിട്ട് മാറുക, അതാണ് നിഷ്കാമി ദേവതയായിട്ട് മാറുന്നു എന്ന് ബാബ പറയുന്നത്. കുട്ടികളെ ബാബ നിഷ്കാമി ദേവതയാക്കി മാറ്റും. തുമാരി യുദ്ധ ന്യാരി ഹേ. നിങ്ങളുടെ യുദ്ധം തന്നെ തികച്ചും വിചിത്രമാണ്. കാരണം നിങ്ങൾ പഞ്ചവികാരങ്ങളോടാണ് ഉള്ളിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ യുദ്ധം തികച്ചും വേറിട്ടതാണ്. പരമാത്മ ശക്തിയിലൂടെയാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. ബാബ ചീച്ചി ദുനിയാസെ വൈരാഗ്യ ദിലാത്തെ ഹേ. ബാബ
മോശമായ ലോകത്തിൽ നിന്ന് നമുക്ക് വൈരാഗ്യം ഉണർത്തി തരികയാണ്. ഏഹേ വിഷയ വൈതരണി നദി. ബാബ പറയാണ് ഈ ലോകം വിഷയ വൈതരണി നദിയാണ്. തുമാരി ഏ ലൈഫ് മോസ്റ്റ് വാല്യുബിൾ ഹേ. നമ്മുടെ ഈ ജീവിതം ഏറ്റവും വിലപിടിച്ചതാണ്. ഇസ്മേ കൗഡീസെ ഹിര ജേസ ബന്ന ഹേ. ഇവിടെ കുട്ടികൾക്ക് ആരാകണം? കക്കയിൽ നിന്നും വജ്ര സമാനമാകണം. സാരി ബുദ്ധിക്ക് ബാത് ഹേ തുമേ ബാബാക്ക് യാദ്മേ രഹന ഹേ. എല്ലാം ബുദ്ധിയുടെ കാര്യമാണ്. കാരണം ബാബ പറയുന്നത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ആജുക്കൽ മൗത്തുക്കലിയെ അനേക ബോംബ്സ് ബനായേ. ഇന്നത്തെ കാലത്ത് മരണത്തിന് വേണ്ടി അനേക ബോംബുകൾ നിർമ്മിച്ചിട്ടുണ്ട്. മനുഷ്യനെ കൊയ് ഗുണ നഹി കിയാ ഹേ. ആകെ തോ ലഡായി ഹമേശ ഷഹർ സെ ബാഹർ മൈതാൻ മേ ഹോത്തി തി. അല്ലെ ബാബ പറയാണ് ഇന്ന് മരണത്തിന് വേണ്ടി എന്തുമാത്രം ബോംബുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. മനുഷ്യർ അതിനു വേണ്ടി എന്ത് പാപമാണ് ചെയ്തത് ഇങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി? ആകെ ലഡായി ഹമേശ ഷഹർ സെ ബാഹർ മൈതാൻ മേ ഹോത്തി തി. ബാബ പറയാണ് മുമ്പൊക്കെ യുദ്ധം എന്ന് പറയുന്നത് അല്ലെ എവിടെയാണ് നടന്നുകൊണ്ടിരുന്നത്? അല്ലെ നഗരത്തിന് വെളിയിൽ, അല്ലെ നഗരത്തിന് പട്ടണത്തിന് വെളിയിൽ ഉള്ള മൈതാനത്തിലാണ് യുദ്ധങ്ങൾ നടന്നിരുന്നത്. ഫിർ വിജയ് പാക്കർ ഷഹർക്കെ അന്തർ ആത്തെ. അങ്ങനെ മൈതാനത്തിൽ പോയി യുദ്ധം ചെയ്തിട്ട് വിജയിച്ചിട്ടാണ് അല്ലെ നഗരത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ആജ്കൽ ജഹാൻ ദേക്കോ വഹാം ബോംബ് സ്റ്റോക്ക് ദേത്തെ ഹേ. ഇവിടെയാണെങ്കിൽ എന്താണ്? എവിടെ നോക്കിയാലും ബോംബുകളാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ബച്ചോക്കോ കഹാംബി ആന ജാന ഹേ തോ ബാപ്കി യാദ് മേ രഹ്കർ ഓരോക്കോ യാദ് കരാന ഹേ. ബാബ പറയാണ് കുട്ടികളെ എവിടെ പോകുകയും വരികയും ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. മറ്റുള്ളവർക്ക് അല്ലെ പരമാത്മാ സ്മൃതി ഉണർത്തി കൊടുക്കണം. തുമാരി തോ ബ്രാഞ്ചസ് കുൽത്തി ഹി രഹേഗി. അല്ലെ നിങ്ങളുടെ സെന്ററുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. ശാഖോപശാഖകൾ തുറന്നുകൊണ്ടേയിരിക്കും. ദാൻ ക്യാ കർണ ചെയ്. ഇവിടെ കുട്ടികളെ എന്താണ് ദാനം നൽകേണ്ടത്? സോബി തും ബച്ചേ ഹി സമസ്തേ ഹോ. എന്താണ് ദാനം ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലെ ബാബയ്ക്ക് ദാനം ചെയ്യേണ്ടത് പഞ്ചവികാരങ്ങളെയാണ്. ഉത്തം സെ ഉത്തം ദാൻ ഹേ അവിനാശി ജ്ഞാൻ രത്നോക്ക. ബാബ പറയാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ട ആ ദാനം എന്താണ്? അല്ലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മൾ നൽകേണ്ട ദാനം എന്ന് പറയുന്നത് ഉത്തമത്തിലും ഉത്തമമായ സർവോത്തമമായ ദാനം എന്ന് പറയുന്നത് അനശ്വരമായ ജ്ഞാനരത്നങ്ങളാണ്. അനശ്വരമായ ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകണം. ഗർ ഗർ മേ തും യേ ഹോസ്പിറ്റൽ खोल दो तुम्हारे हॉस्पिटल में ദവായി ആദി കുച്ച് ഭി നഹി ഹെ. ബാബ പറയാണ് കുട്ടികളെ ഓരോ വീട്ടിലും ആത്മീയ ഹോസ്പിറ്റൽ തുറക്കൂ. അതായത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്നും ഈ മരുന്നില്ല. അല്ലെ ബാബ നൽകുന്ന ജ്ഞാനമാകുന്ന മൃതസഞ്ജീവനി അല്ലെ ഈ ഹോസ്പിറ്റലുകളിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഓരോ വീട്ടിലും ഹോസ്പിറ്റൽ തുറക്കൂ. അല്ലെ നിങ്ങൾ ഈ ആത്മീയമായി ജ്ഞാനമാകുന്ന മൃതസഞ്ജീവനി നൽകൂ. സിർഫ് ബാപ്ക പരിചയ ദേന ഹേ कि उड़ते बैठते बाप को याद करो. അച്ഛന്റെ പരിചയം കൊടുത്താൽ മതി. എന്താ പറയേണ്ടത്? ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും അല്ലെ എപ്പോഴും അച്ഛനെ ഓർമ്മിക്കൂ. അല്ലെ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ആത്മീയ അച്ഛനെ ഓർമ്മിക്കൂ. ऐसे नहीं कि एक जगह बैठ जाना है. അങ്ങനെയല്ല നിങ്ങൾ ഒരിടത്ത് അങ്ങനെ ഇരിക്കുക, അങ്ങനെയല്ല. ये तो जब कोई याद नहीं करते तो संगठन में बिठाया जाता है. ബാബ പറയാണ് ബാബയെ ഓർമ്മിക്കുന്നില്ല എങ്കില് കുട്ടികളെ എല്ലാവരുടെയും കൂടെ ഇരുത്തി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കാൻ അഭ്യസിപ്പിക്കണം. സംഘടനമേ ബൽ മിലേഗ. അല്ലെ അതായത് ഒരു സംഘടനയ്ക്കുള്ളിൽ നമുക്ക് ബലം ലഭിക്കുന്നു. സംഘ താരെ കുസംഗ് പോരെ ബാഹർ ജാനെ സെ ഫിർ ഭൂൽ ജാത്തെ ഹി. നല്ല കൂട്ടുകെട്ട് നന്മയിലേക്ക് നയിക്കും, മോശമായ കൂട്ടുകെട്ട് തിന്മയിലേക്ക് നയിക്കും. അല്ലെ പുറത്തു പോകുമ്പോൾ കുട്ടികള് എല്ലാം മറക്കാണ്. അല്ലെ ഇവിടുന്ന് മുരളി കേട്ട് കഴിഞ്ഞിട്ട് ഗേറ്റ് കടക്കുമ്പോൾ കുട്ടികൾ എന്താണ് മറന്നു പോകാണ്. ബാബിനെ സംജായ ഹേ സവേരെ ഉഡ് ബാബ് യാദ് കരൂ. അല്ലെ ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിരാവിലെ ഉണർന്ന് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കൂ. യാദ് കാ ചാർട്ട് രക്കോ. ഓർമ്മയുടെ ചാർട്ട് വെക്കൂ. ഭാരത് കാ പ്രാചീന യോഗ മഷൂർ ഹേ. ഭാരതത്തിന്റെ പ്രാചീന യോഗം പ്രശസ്തമാണ്. ബഹുത് ജഗ യോഗ ആശ്രമ ഹേ. നിറയെ സ്ഥലങ്ങളിൽ യോഗാശ്രമങ്ങളുണ്ട്. വോ സബ് ഹഠയോഗ് സിക്കാത്തെ ഹേ. അവര് ആ യോഗാശ്രമങ്ങളിലുള്ളവരെല്ലാം ഹഠയോഗമാണ് പഠിപ്പിക്കുന്നത്. ഉൻസെ കൊയ് ഫായ്ദ നഹി ഹേ. ബാബ പറയാണ്
അതുകൊണ്ട് ആത്മാവിന് നേട്ടമൊന്നുമില്ല. ഉൻകാ ഹഠയോഗ ജാത്ത ഹെ, അവരുടേത് ഹഠയോഗമാണ്. രാജയോഗ മനുഷ്യക്കോ സിക്കലാന സഖേ, രാജയോഗം മനുഷ്യനെ പഠിപ്പിക്കാൻ സാധ്യമല്ല. വിലായത് മേ ജാത്തെ ഹെ ഭാരത് കാ പ്രാചീൻ യോഗ സിക്കാനെ, കുട്ടികള് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അല്ലെ ഭാരതത്തിന്റെ പ്രാചീന രാജ്യയോഗം പഠിപ്പിക്കാൻ വേണ്ടിയാണ്. പരന്തു വോ സബ് ഹെട്ടാക്കി, പക്ഷെ ലോകത്തിലെ സന്യാസികളും പോകുന്നുണ്ട് പ്രാചീന യോഗം പഠിപ്പിക്കാൻ, അത് പറ്റിക്കലാണ്. സർവോത്തം സന്യാസ്തോ തുമാരാഹേ, സർവോത്തമ സന്യാസം എന്ന് പറയുന്നത് കുട്ടികളെ നിങ്ങളുടേതാണ്. തും പുരാണി ദുനിയാക്ക സന്യാസ് കർത്തേ ഹോ, നിങ്ങൾ പഴയ ലോകത്തിന്റെ സന്യാസം ചെയ്യുന്നവരാണ്. തുംകോ ഗൃഹസ്ഥ വ്യവഹാരമേ രേത്തെ പവിത്ര രഹനാഹേ, ബാബ പറയാണ് കുട്ടികളെ നിങ്ങൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കുമ്പോഴും പവിത്രമായിരിക്കണം. പാഞ്ചവികാരവും കാ സന്യാസ് കർണാഹേ ഫിർ യുക്തി മിൽത്തി ഹേ, പഞ്ചവികാരങ്ങളെ സന്യസിക്കണം. ബാബ കുട്ടികൾക്ക് യുക്തി പറഞ്ഞു തരികയാണ്. അനേക ജന്മോं का सिर पर जो पाप है इस जन्म में जो पाप किए हैं वो कैसे छूटे, അനേക ജന്മങ്ങളില് പാപം നമ്മുടെ ശിരസിലുണ്ട്, പാപഭാരം നമ്മുടെ ശിരസിലുണ്ട്. ഈ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞറിയാതെയും കുറെ പാപം ചെയ്തിട്ടുണ്ട്. ഈ പാപങ്ങളെല്ലാം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? तो उसका प्रायश्चित कैसे हो, അതിന്റെ പ്രായശ്ചിത്തം നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? बाप कहते हैं कल्प कल्प तुम बच्चों को मैं समझाता हूँ, बाप को याद करना है. കൽപ്പകൽപ്പം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, ബാബയെ ഓർമ്മിക്കണം. ഓർ ചക്രബി കുമാന ഹേ, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം, പിന്നെ ചക്രം കറക്കണം. തുമാര സുദർശൻ ചക്ര ഫിർത്താ രഹതാ ഹേ, നമ്മുടെ സുദർശന ചക്രം കറക്കിക്കൊണ്ടേയിരിക്കണം. तो इस चक्र से तुम्हारे सब पाप विनाश हो जाते हैं, ഈ ചക്രത്തിലൂടെ നമ്മുടെ സർവ്വ പാപങ്ങളും നശിക്കുന്നു. സുദർശൻ ചക്രയ്ക്ക് കിത്തിനി മഹിമാഹി, സ്വദർശന ചക്രത്തിന് എത്രമാത്രം മഹിമയുണ്ട്. കാരണം സ്വദർശന ചക്രത്തിലൂടെയാണ് അല്ലെ കൃഷ്ണൻ ഒരുപാട് അസുരന്മാരുടെ നിഗ്രഹം ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നത്. तो उन्होंने फिर दिखाया है, ശ്രീകൃഷ്ണനെ സുദർശൻ ചക്രം ചലായ, അല്ലെ ശ്രീകൃഷ്ണൻ സുദർശന ചക്രം കറക്കി അല്ലെ അനേക അസുരന്മാരുടെ ശിരസ് അല്ലെ ശിരച്ഛേദം ചെയ്തതായിട്ട് കാണിച്ചിരിക്കുകയാണ്. ഇത്രയും മറുകയെ എത്ര പേര് മരിച്ചുപോയി. ഏത്തോഹെ ദന്ത് കഥായി, ഇതെല്ലാം കെട്ടുകഥകളാണ്. തും ബച്ചോങ്കോ അർത്ഥ സംജായ ജാത്ത ഹേ, ഇവിടെ നമ്മൾ അല്ലെ നമ്മൾ ബ്രാഹ്മണ കുട്ടിയുടെ കയ്യിലാണ് എന്തുള്ളത്? സ്വദർശന ചക്രം. ഈ സ്വദർശന ചക്രം കറക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആസുരീയ വികാരങ്ങളെ നിഗ്രഹിക്കാൻ, അതിന്റെ ശിരച്ഛേദം ചെയ്യാൻ സാധിക്കുന്നു. ബാബ് ബച്ചോങ്കോ സംജാത്തെ ഹേ ഏക് തോ കോയി കോ ഭി ദുഃഖ നഹി ദേനാ. ഇവിടെ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, കുട്ടികളെ ഒന്ന് നിങ്ങൾ ആർക്കും തന്നെ ദുഃഖം കൊടുക്കാൻ പാടില്ല. ബാബ കബി കിസ്കോ ദുഃഖ നഹി ദേത്തെ ഹേ, ബാബ ഒരിക്കലും കുട്ടികൾക്ക് ദുഃഖം നൽകുന്നതേ ഇല്ല. തും ബച്ചോങ്കോ ഭി ऐसा बनना है, കുട്ടികളും അതുപോലെയാകണം, ബാബയെ പോലെ. ആർക്കും തന്നെ കുട്ടികൾ ദുഃഖം കൊടുക്കാൻ പാടില്ല. ദൂസരേക്കോ ദുഃഖ ദിയാ ഗോയ അപ്നേക്കോ ദുഃഖ ദിയാ, മറ്റുള്ളവർക്ക് ദുഃഖം കൊടുത്തു എന്ന് പറഞ്ഞാൽ സ്വയത്തിന് ദുഃഖം നൽകുകയാണ് ചെയ്തത്. കിസ്കോ ദുഃഖ ദേത്തെ ഹേ ഗോയ അപ്നാ ഹി കാത്ത ഖരാബ് കർത്തേ ഹേ, ആർക്കെങ്കിലും നമ്മൾ ദുഃഖം നൽകുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ പാപത്തിന്റെ കണക്ക് അല്ലെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെ നമ്മളുടെ രജിസ്റ്റർ നമ്മൾ ചീത്തയാക്കാണ് ചെയ്യുന്നത്. ഇസ്മേ ബഡി ഖബർദാരി ചായി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ ദുഃഖം കൊടുക്കരുത്, അതിൽ നമ്മൾ വളരെ ജാഗ്രത പുലർത്തണം. ऐसा कोई പാപകർമ്മ നഹി കർണാ ഹേ ജിസേ രജിസ്റ്റർ ഖരാബ് ഹോ, അങ്ങനെയുള്ള ഒരു പാപകർമ്മങ്ങളും നമ്മൾ ചെയ്യരുത്, നമ്മുടെ രജിസ്റ്റർ ചീത്തയാക്കരുത്. ബച്ചേ ലിഖ്തേ ഹേ ബാബ ആജ് ഹംസേ യേ ഭൂൽ ഹോ ഗയി, അല്ലെ കുട്ടികൾ ബാബയ്ക്ക് എഴുതും, ബാബ ഇന്ന് എന്റെ അടുക്കൽ നിന്ന് ഈ തെറ്റ് സംഭവിച്ചു. ഉസ്പർ ക്രോധ കിയ, ഞാൻ ഇവരുടെ മേലെ ക്രോധിച്ചു. तो मैं आज मैं गिर गया, അല്ലെ ഇന്ന് ഞാൻ വീണുപോയി ബാബ. ബാബ ഹമാരെ ഇസ്മേ മോഹ ഹേ, ബാബ എനിക്ക് ഇവരോട് വളരെയധികം അറ്റാച്ച്മെന്റ് ആണ്. ബഹുത് റിപ്പോർട്ട് ആത്തി ഹേ, ബാബയുടെ അടുക്കൽ നിറയെ റിപ്പോർട്ട് ചെല്ലുന്നുണ്ട് കുട്ടികളുടെ. फिर उनको समझाया जाता है तुम्हारा अंजाम है कि आप जब आएंगे मैं आपके साथ ही बुद्धियोग रखूंगा, അല്ലെ അപ്പൊ ബാബ പിന്നെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരിക, കുട്ടികളുടെ റിപ്പോർട്ടൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരിക, കുട്ടികളെ നിങ്ങൾ എന്നോട് എന്താണ് വാഗ്ദാനം ചെയ്തത്, എന്റെ അടുത്ത് എന്താ പ്രതിജ്ഞ ചെയ്തത്? ബാബ അങ്ങ് ഇവിടെ വരികയാണെങ്കിൽ
ഞങ്ങൾ അങ്ങയുടെ കൂടെ ബുദ്ധിയോഗം വെക്കും, അല്ലെ? ഞങ്ങൾ അങ്ങയോട് അറ്റാച്ച്മെന്റ് വെക്കും, അങ്ങയോട് ബുദ്ധിയോഗം വെക്കുന്നല്ലേ പറഞ്ഞേ. നഷ്ടമോഹ ബനൂക, അങ്ങനെ ബാബയുടെ സ്മരണയിലിരുന്ന് ബാബയോട് അറ്റാച്ച്മെന്റ് വെച്ച് ഞങ്ങൾ നഷ്ടമോഹയാകും എന്നല്ലേ പറഞ്ഞത്. സന്യാസി തോ ചോടുക്കർ ചലെ ജാത്തെ ഹെ, സന്യാസികളാണെങ്കിൽ എല്ലാം വിട്ടിട്ട് ഓടിപ്പോവാണ്. പ്രാപ്തി തോ കുച്ച് ഭി നഹി, പ്രാപ്തി വല്ലതുണ്ടോ? ഒന്നുമില്ല. തുംകോ തോ പ്രാപ്തി ബഹോത് ഹെ, പക്ഷെ നിങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് പ്രാപ്തിയുണ്ട്. ഇസ്ലിയെ നഷ്ടമോഹ പൂര ബന്നാഹി, അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികൾ പൂർണ്ണമായിട്ട് നഷ്ടമോഹയാകണം. പ്യാർ ഏക് ബാപ് മേ രഖോ, ഒരേ ബാബയെ മാത്രം സ്നേഹിക്കൂ. ഉൻകോ ഹി യാദ് കർണ, ഒരേ ബാബയെ മാത്രം ഓർമ്മിക്കണം. ऐसे भी बहुत हैं जो बाबा के प्यार में आंसू बहाते हैं, അങ്ങനെ നിറയെ കുട്ടികളുണ്ട് ബാബയുടെ ഓർമ്മയിൽ, അല്ലെ? അല്ലെ എന്താണ്, ബാബയുടെ ഓർമ്മയിൽ സ്നേഹാശ്രുക്കൾ പൊഴിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. സ്നേഹാശ്രുക്കളാണ് കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ऐसे बाबा से हम दूर क्यों है, അങ്ങനെയുള്ള ബാബയിൽ നിന്നും, അല്ലെ, ആ സ്നേഹസാഗരമായിരിക്കുന്ന ബാബയിൽ നിന്ന് എന്തിനാണ് കുട്ടികൾ ദൂരെ പോകുന്നത്? ഹം തോ ബസ് ശിവബാബ സെ ലട്കെ, നമ്മൾ ശിവബാബയിൽ കുരുങ്ങി കിടക്കണം, ശിവബാബയിൽ കുടുങ്ങി കിടക്കണം. യഹാം പ്രാപ്തി ബഹുത് ഭാരി, അല്ലെ? ബാബ നൽകുന്ന പ്രാപ്തികൾ വളരെ ഭാരിച്ചതാണ്. ബാഹർക്കെ സത്സംഗമേ ഡേർ ജാത്തെ ഹി, പുറത്തുള്ള സത്സംഗങ്ങളിലേക്ക് നിറയെ പേര് പോകുന്നുണ്ട്. പ്രാപ്തി കുച്ച് ഭി നഹി, അല്ലെ? ലോകത്തിലുള്ള സത്സംഗങ്ങളിൽ നിന്ന് യാതൊരു പ്രാപ്തികളുമില്ല. तो ऐसे किसको भी समझाते हैं कि काम का शत्रु है, മനുഷ്യ മനുഷ്യക്കോ രാജ്യം സിക്കലാനാ സക്കെ. ബാബ പറയുന്ന ആരും ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല, കാമ മഹാശത്രുവാണ്, അല്ലെ? മനുഷ്യനെ രാജയോഗം പഠിപ്പിക്കാനും സാധിക്കില്ല. ആ കോയി രാജാബന്റെ ഹി അല്പകാൽ സുഖേലിയെ, ഈ ലോകത്തിലെ രാജാവാകുന്നത് അല്പകാലത്തെ സുഖത്തിന് വേണ്ടിയാണ്. तो बहुत दान पुण्य गरीबों को करते हैं, നിറയെ ദാനപുണ്യാദികൾ നിർധനരായവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കഹാ രാജാക്കെ പാസ് ജനം മിൽ ജാത്തെ ഹി, അല്ലെ? ചിലപ്പോ രാജാവിന്റെ അടുക്ക പോയിട്ട് ജന്മം എടുക്കുന്നുണ്ട്. യഹാൻ തോ തുംകോ 21 ജന്മം കാ രാജ്യഭാഗ്യം മിൽത്താ ഹി, ഇവിടെ നമ്മൾ കുട്ടികൾക്ക് 21 ജന്മങ്ങളിലേക്കുള്ള രാജ്യഭാഗ്യം ലഭിക്കാണ്. ബാബ് കഹത്തെ ഹെ ഏക് തോ പവിത്ര ബനോ, ദൂസര മനസാ വാച കർമ്മണ കിസ്കോ ഭി ദുഃഖ നഹി. ബാബ പറയാണ്, കുട്ടികളെ, ഒന്ന് നിങ്ങൾ പവിത്രമായി മാറൂ, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ധാരണ ചെയ്യൂ, അല്ലെ? 2 മനസ്സാ വാച കർമ്മണ, ആർക്കും തന്നെ ദുഃഖം കൊടുക്കാൻ പാടില്ല. നഹിതോ സജാക്കെ നിമിത്തവൻ പടയെങ്കിൽ, ഇല്ലെങ്കില് നമ്മള് ശിക്ഷ, അല്ലെ? നമ്മള് ദുഃഖം കൊടുത്താൽ, ബാബ ദുഃഖം കൊടുത്താൽ ദുഃഖിയായി മരിക്കും, അല്ലെ? നമ്മള് ശിക്ഷ ബാബയുടെ ധർമ്മരാജന്റെ ശിക്ഷ നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ കർമ്മഫലങ്ങള് നമ്മളിലേക്ക് വരുന്നു. तो यहाँ धर्मराज बैठा है जो बाबा का राइट हैंड है, ധർമ്മരാജൻ ഇരിപ്പുണ്ട്. ധർമ്മരാജൻ ആരാണ്? ബാബയുടെ റൈറ്റ് ഹാൻഡ് ആണ്. തുമാരെ രജിസ്റ്റർ ഖറാബ് ഹോ ജായേഗാ, ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മുടെ രജിസ്റ്റർ ചീത്തയാകും, അല്ലെ? ബഹോ സജാക്കെ നിമിത്ത ബൻ പടേങ്കെ, നിറയെ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയരായിട്ട് മാറും, നിമിത്തമാകും. ഉസേ ബോല ഇന്ദ്രിയോ സെ കുച്ച് വികർമ്മ കിയാ തോ വോ കർമ്മണ ഹോ ജായേഗാ, നമ്മുടെ വാക്കുകളിൽ, അല്ലെ? വാക്കുകൾ കൊണ്ട് നമ്മൾ ആരെങ്കിലും ക്രോധിക്കുന്നു, വേദനിപ്പിക്കുന്നു, അങ്ങനെ വാക്കുകൾ കൊണ്ട് തെറ്റ് ചെയ്യുന്നു, വാക്കുകൾ കൊണ്ട് പാപം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ്, ഇന്ദ്രിയങ്ങളിലൂടെ വികർമ്മം ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പാപം ചെയ്താലും, നാക്കുകൊണ്ട് നമ്മൾ പാപം ചെയ്താലും, ബാബ പറയണ അത് കർമ്മത്തിലുള്ള പാപമാണ്. നാക്കുകൊണ്ടും ഇന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ചെയ്യുന്ന പാപകർമ്മം എന്താണ്? ബാബ പറയാണ് അത് കർമ്മത്തിലൂടെയുള്ള പാപമാണ്. ബാബ് സംജാത്തെ കർമ്മണാമേ നഹിയാവൂ, ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, നിങ്ങൾ പാപകർമ്മം നിങ്ങൾ ചെയ്യാതിരിക്കൂ, കർമ്മത്തിലേക്ക്, അല്ലെ? പാപം നിങ്ങളുടെ കർമ്മത്തിലേക്ക് വരരുത്. തൂഫാൻ ബൽ ആയി പരന്തു തുംകോ ബഹുത് മീഠാ ബന്നായി, കൊടുങ്കാറ്റുകൾ വരട്ടെ, പക്ഷെ കുട്ടികൾ വളരെ മധുരതയുള്ളവരാകണം. ക്രോധിസെ ക്രോധ നഹി കർണാ ചാഹിയെ, ക്രോധിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് തിരിച്ചു ക്രോധിക്കാൻ പോകരുത്. സ്തുരാന ഹോത്താഹി, അല്ലെ? മറ്റുള്ളവര് നമ്മളോട് ക്രോധിക്കുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കണം, അല്ലെ? ക്രോധമേ മനുഷ്യ ഗാലി ദേത്തെ, ക്രോധം വരുമ്പോ മനുഷ്യരെ നിന്ദിക്കുന്നു. സമസ്തേ ഇൻമേ ക്രോധക്ക ബോധ ആയ,
അല്ലെ ക്രോധത്തിന്റെ ഭൂതം ഇവരുടെ ഉള്ളിൽ വന്നു എന്ന് മനസ്സിലാക്കുന്നു. ज्ञान से समझाना होता है गृहस्थ व्यवहार में तुम्हारा व्यवहार बहुत मीठा होना चाहिए. ബാബ പറയാണ് ജ്ഞാനത്തിലൂടെ അല്ലെ ജ്ഞാനം ഉപയോഗിച്ച് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ. അതായത് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കുമ്പോഴും നമ്മൾ വളരെ മധുരതയുള്ള പെരുമാറ്റമുള്ളവരായിരിക്കും. നമ്മുടെ പെരുമാറ്റവും പ്രവൃത്തികളിലും എല്ലാം എന്താ കാണപ്പെടേണ്ടത്? വളരെയധികം മധുരത കാണപ്പെടണം. बहुतों के लिए कहते हैं कि आगे तो इनमें बहुत क्रोध था, अभी बहुत मीठा बन गया. അല്ലെ നിറയെ കുട്ടികളെ കുറിച്ച് മറ്റുള്ളവർ പറയാറുണ്ട്. ബാബയുടെ ധാരാളം മക്കളെ കുറിച്ച് അല്ലെ മറ്റുള്ളവർ പറയാറുണ്ട്, ഇവര് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ഭയങ്കര ക്രോധിയായിരുന്നു, പക്ഷെ ഇപ്പോൾ വളരെ മധുരതയുള്ള സംസ്കാരത്തിന്റെ ഉടമയാണ്. എന്ത് മാറ്റമാണ് എന്ന് പറയാറുണ്ട്. बहुतों के लिए कहते भी हैं कि आगे तो कोई तो पवित्रता पर बिगड़ते है कि विकार बिगर സൃഷ്ടി കേസെ ചലേ. ചിലരാണെങ്കില് പവിത്രതയുടെ കാര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? വഴക്കിടുന്നത്. അല്ലെ വികാരമില്ലാതെ ഈ സൃഷ്ടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് അവർ ചോദിക്കും. അരെ സന്യാസികാർമേ നഹി ജാത്തെ ഹേ ഫിർ ഉൻകെ ലിയേ കുച്ച് കഹോ. അല്ലെ സന്യാസികളും സന്യസിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികാരത്തിലേക്ക് പോകുന്നില്ല, അപ്പൊ അവരെ കുറിച്ചും പറയും എന്ന് പറയണം. പവിത്ര ബന്ന അച്ചഹന, പവിത്രമായി മാറുന്നത് എത്രയോ നല്ലതാണ്. യഹാന്തോ ഗർഭാർ ബി നഹി ചുടായ ജാത്താ ഹേ. ഇവിടെയാണെങ്കിൽ വീടും കുടുംബവും ഒന്നും ഉപേക്ഷിക്കാനായിട്ട് പറയുന്നില്ല. ബഹുത് മീഠ ബന്ന സബ്സെ. അല്ലെ ബാബ പറയുന്ന എല്ലാവരുടെയും കൂടെ വളരെ മധുരത നിറഞ്ഞ പെരുമാറ്റമുള്ളവരാകണം. കുട്ടികൾ വളരെ മധുരതയുള്ളവരാകണം. ഏക ബാപ്പു യാദ് കർണാഹേ. കുട്ടികൾ ഒരേ ഒരു ബാബയെ ഓർമ്മിക്കണം. ഓഹേ രചയിത ഹംഹേ രചന. ബാബ രചയിതാവാണ്, നമ്മൾ ബാബയുടെ രചനയാണ്. വർഷ ബാബ്സെ മിൽത്താഹേ. സ്വത്ത് ബാബയിൽ നിന്നാണ് ലഭിക്കുന്നത്. ബായി ബായിസെ വർഷ മിൽന സക്കെ. അല്ലെ ബായിയിൽ നിന്ന് ഒരിക്കലും നമുക്ക് സ്വത്ത് ലഭിക്കുകയില്ല. ആത്മസഹോദരങ്ങളിൽ നിന്ന്, സഹോദര ആത്മാവിൽ നിന്ന് നമുക്ക് സ്വത്ത് ലഭിക്കുകയില്ല. ഗാദേവി ഹേ ഹംസബ് ബായി ബായി ഹേ. മഹിമ പാടുന്നുണ്ട്, നമ്മൾ എല്ലാവരും ബായി ആണ്. ജരൂർ ബാപ്പ് ബി ഹോഗാന. അല്ലെ തീർച്ചയായിട്ടും അച്ഛനുമുണ്ട്. ബ്രദേഴ്സ് ബാപ്പ് ബിഗർ ഹോത്തെ ഹേ ക്യാ. അച്ഛനില്ലാതെ എങ്ങനെയാണ് സഹോദരങ്ങൾ ഉണ്ടാകുന്നത്? അഭി ദേഖോ തും കേസെ ബായി ബഹൻ ബൻതേ. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ സഹോദരി സഹോദരന്മാരാണ്. എങ്ങനെയാണ് നിങ്ങൾ സഹോദരി സഹോദരന്മാരായിട്ട് മാറുന്നത്? നോക്കൂ അല്ലെ, നമ്മള് ബ്രഹ്മ മുഖ വംശാവലി പരമാത്മ സന്താനങ്ങളാണ്. അപ്പൊ നമ്മൾ ആരായി? ഒരു അച്ഛന്റെയും അമ്മയുടെയും മക്കളാകുമ്പോ നമ്മൾ സഹോദരി സഹോദരനായി. വർഷ ദാദേസെ മിൽത്താഹേ. അല്ലെ ശിവബാബയിൽ നിന്ന്, മുത്തച്ഛനിൽ നിന്നാണ് സ്വത്ത് ലഭിക്കുന്നത്. മുഖവംശാവലി ടൈരെ ഗായാബി ജാത്താഹേ പ്രജാപിത. പ്രജാപിത എന്ന് വിളിക്കുന്നുണ്ട്. तो इतनी सारी प्रजा है तो जरूर अडॉप्टेड होगी. ഇത്രയധികം പ്രജകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? അഡോപ്റ്റഡ് ആയിരിക്കും. അല്ലെ ഇത്രയും പ്രജകൾ എന്ന് പറഞ്ഞാൽ അത് അഡോപ്റ്റഡ് ആയിരിക്കും. അല്ലെ ബാബ പറയാണ് വംശാവലി ഹോനസക്. ബാബ പറയാണ് ലൗകികത്തില് എങ്ങനെ മാതാപിതാക്കൾക്ക് മക്കളുണ്ടോ അല്ലെ അതുപോലെയല്ല. അല്ലെ ബാബ പറയാണ് മുഖവംശാവലികളാണ്. തും ബ്രാഹ്മൺ ഫിർ ദേവത ബൻതേ ഹോ. നിങ്ങൾ ബ്രാഹ്മണരാണ്, വീണ്ടും ദേവതകളായിട്ട് മാറുന്നത്. ഏ ബാജോളി തും കേൾത്തി. അല്ലെ ബാബ പറയാണ് അല്ലെ നിങ്ങളാണ് ഇങ്ങനെ കളിക്കുന്നത്. എന്താണ് കർണം കുത്തി മറിയാന്നൊക്കെ പറയില്ലേ, നിങ്ങളാണ് കളിക്കുന്നത്. എന്താ ദേവത, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിട്ട് നിങ്ങൾ തന്നെയാണ് ഈ ജന്മങ്ങളുടെ ചക്രത്തില് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏ ചക്ര ഫിർത്താ രേത്താ ഹേ. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇൻകോ നയി രചന കഹ ജാത്താ ഹേ. ബാബ പറയാൻ ഇതിനെയാണ് പുതിയ രചന എന്ന് വിളിക്കുന്നത്. തും ബച്ചോं को തക്തീർ അബ് അച്ചി ബൻ രഹി ഹേ. ഇവിടെ കുട്ടികളുടെ ഭാഗ്യം ഏറ്റവും നല്ലതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നരസെ നാരായൺ ബന്നെ ആയേ ഹോ. കുട്ടികള് നരനിൽ നിന്നും നാരായണനാകുവാനായിട്ട് വന്നിരിക്കുകയാണ്. തോ യേ എയിം ഓബ്ജക്റ്റ് ഹേ. ഇത് നമ്മുടെ ലക്ഷ്യമാണ്. ലക്ഷ്മി നാരായൺ ബൻ രഹേ ഹോ ചിത്ര സാമനെ ഖടേ ഹേ. ലക്ഷ്മി നാരായണനായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെ ലക്ഷ്മി നാരായണൻ എന്നുള്ള ലക്ഷ്യത്തിന്റെ ചിത്രം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്. ഫിർ യേ ക്യോ കഹത്തെ ഹോ സാക്ഷാത്കാർ ഹോ ഹം മാനെ. അല്ലെ സാക്ഷാത്കാരം ലഭിച്ചാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന് എന്തിനാണ് കുട്ടികൾ ശാഠ്യം പിടിക്കുന്നത്?
അരേ തുമാരെ ബാപ് മർ ജായേ തോ ചിത്ര തോ ദേഖേംഗെ നാ. ബാബ പറയാണ്, നിങ്ങളുടെ അച്ഛൻ മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചിത്രം കാണില്ലേ? ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫോട്ടോയിൽ കാണില്ലേ? എസെ തൊടി കായെങ്കെ ബാപ് ജിന്ദ ഹോ ജായി. അല്ലെ, ചിത്രം കാണുമ്പോ നിങ്ങൾ പറയും അച്ഛൻ ജീവിച്ചു വരണം. അച്ഛൻ മരിച്ചുപോയി, നമ്മൾ ഫോട്ടോ വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയൂ അച്ഛൻ എന്താണ് ജീവിച്ചു വരണം, അല്ലാതെ ഫോട്ടോയിൽ കണ്ടാൽ പോരാ എന്ന് പറയൂ? ബാപ്ക അല്ലെങ്കിൽ അച്ഛന്റെ സാക്ഷാത്കാരം വേണം എന്ന് പറയുക എങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം, അങ്ങനെ പറയും. ബാപ്കോ ദേഖ്ന തോ നൗദ ഭക്തി കരോ. അല്ലെ, ബാബ പറയാണ് തീവ്ര ഭക്തി ചെയ്യുന്നവർക്കാണ് സാക്ഷാത്കാരം ലഭിക്കുന്നത്. ഇനി നിങ്ങൾക്ക് പരമാത്മാവിന്റെ സാക്ഷാത്കാരം വേണം നിർബന്ധമാണെങ്കിൽ തീവ്രമായി ഭക്തി ചെയ്യണം. പരന്തു സാക്ഷാത്കാർ സേ ഹോഗാ ക്യാ. ഇനി വെറുതെ ഒന്ന് കണ്ടതുകൊണ്ട് എന്ത് കിട്ടാനാണ്, എന്ത് ലഭിക്കാനാണ്? യഹാൻ തുമക്കോ സാക്ഷാത്കാർ ഹോത്താ ഹേ തുംസോ ദേവി ദേവത പ്രിൻസ് പ്രിൻസസ് ബനേംഗെ. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് സാക്ഷാത്കാരം ലഭിക്കുകയാണ്. നമ്മൾ ദേവി ദേവതയായിട്ട് മാറും, പ്രിൻസ് പ്രിൻസസ് ആയിട്ട് മാറും, രാജകുമാരി രാജകുമാരന്മാരായിട്ട് മാറും. ഏ സംജനയ്ക്ക് ബാത്തേ ഹേ. ഇത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. തുമക്ക് ഇസ് ദുനിമേ ഹി രഹനാ ഹേ. നമ്മൾ കുട്ടികള് ഈ ലഹരിയിൽ ഇരിക്കണം. തും തോ ജാൻതേ ഹോ അഭി രാജധാനി സ്ഥാപന ഹുയി നഹി ഹേ. കുട്ടികൾക്ക് അറിയാം ഇപ്പോൾ രാജധാനിയുടെ സ്ഥാപനം നടന്നിട്ടില്ല. അഭി ലഡായി ലഗാഹി നഹി. അല്ലെ, ഇതുവരെയും യുദ്ധം ഒന്നും തന്നെ ഇവിടെ നടന്നിട്ടില്ല. കർമാതീത് അവസ്ഥ അജുൻ കഹാ ഹുയി ഹേ. കർമാതീത അവസ്ഥ അല്ലെ എവിടെയാണ്, എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? അഭി തും ദേഖേംഗെ ഗലി ഗലി മേ യേ റുഹാനി ഹോസ്പിറ്റൽ കോളേജ് ഖുൽത്തെ ജായേംഗെ. അല്ലെ, കുട്ടികളെ കർമാതീത അവസ്ഥയിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല. അല്ലെ, മഹാഭാരത യുദ്ധം ഒന്നും കാര്യമായിട്ട് ആരംഭിച്ചിട്ടും ഇല്ല. അല്ലെ, ബാബ പറയാണ് കുട്ടികളെ ഓരോ വഴിയിലും ആത്മീയ ഹോസ്പിറ്റൽ കം കോളേജ് തുറക്കണം. അല്ലെ, ബാബ ബുദ്ധിക്ക തല കൊളുത്തി ജായെങ്ക. അനേക മനുഷ്യരുടെ ബുദ്ധിയുടെ പൂട്ട് ബാബ തുറക്കും. ബ്രാഹ്മണോക്ക് വൃദ്ധി ഹോത്തി ജായകി. ബ്രാഹ്മണരുടെ വൃദ്ധി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബ്രാഹ്മണോ കോഹി ഫിർ ദേവത ബന്നാഹി. ബ്രാഹ്മണരാണ് ദേവതയായിട്ട് മാറേണ്ടത്. തുമാരെ മേ ബി താക്കത്താക്കി ജായകി. നിങ്ങൾ കുട്ടികളിലും ശക്തി വന്നുകൊണ്ടേയിരിക്കും. അഭി ഭാഷൻ സേ ഏക് ദോ നിക്കൽത്തെ ഹേ ഫിർ 50-100 നിക്കലെങ്കെ. നമ്മള് പ്രഭാഷണം ചെയ്യുമ്പോ അല്ലെ നിറയെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും അല്ലെ അത് കേട്ടിട്ട് വരുന്നവർ എത്ര പേരുണ്ട്? 1-2 പേരാണ് വരുന്നത്. ബാബ പറയാണ് 50-100 പേര് വരും. പുരുഷാരത് കർണേ ലഗ് പടയ്ക്ക് 50-100 പേര് വന്നിട്ട് പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങും. ഗൃഹസ്ഥ വ്യവഹാരം ബി രഹനാ ഹേ ചോട്നാ നഹി ഹേ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കണം, അല്ലെ, ഒന്നും ഉപേക്ഷിച്ച് പോകരുത്. कोई निकाल भी देते हैं परंतु इसमें नष्टो मोह अच्छा होना चाहिए. അല്ലെ, ബാബ പറയാണ് അല്ലെ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ജീവിക്കണം, അതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ചില കുട്ടികൾ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ നിന്ന് തന്നെ മറ്റുള്ള അല്ലെ വീട്ടുകാർ പുറത്താക്കുന്നവരും ഉണ്ട്. ബാബ പറയാണ് കുട്ടികളെ ഇവിടെ നിങ്ങള് ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോഴും നഷ്ടോ മോഹയാകണം. इसलिए बाप शरण भी बड़ी खबरदारी से देते हैं. ബാബ കുട്ടികൾക്ക് ശരണം നൽകുന്നതും അല്ലെ ബാബ കുട്ടികളെ സ്വീകരിക്കുന്നതും വളരെ ജാഗ്രതയോടുകൂടിയാണ്. നഹി തോ ഫിർ യഹാ ആകർ തംഗ് കർത്തേ ഹേ. അല്ലെ, കുട്ടികളെ സ്വീകരിക്കുന്നത് വളരെ ജാഗ്രതയോടുകൂടിയാണ്. അല്ലെങ്കിൽ വീട്ടുകാർ വന്നിട്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും. तो बच्चों को बहुत मीठा बनना है. കുട്ടികൾ വളരെ മധുരതയുള്ളവരായിട്ട് മാറണം. തുമാര ജ്ഞാന ഹേ ഹി ഗുപ്ത. കുട്ടികളുടെ ജ്ഞാനം ബാബ നൽകിയിരിക്കുന്ന ഈ ജ്ഞാനം വളരെ ഗുപ്തമാണ്. കാൻവി മന്ത്ര ദേത്തെ ഹേ തും ഭി കിസ്കോ കഹത്തെ ഖുഷി ബാബ കോ യാദ് കർ. ബാബ കുട്ടികളുടെ കാതുകളിൽ മന്ത്രം നൽകാണ്. കുട്ടികളെ നിങ്ങൾ മറ്റുള്ളവരോട് പറയണം ഷിവബാബയെ ഓർമ്മിക്കൂ. ആകെ ചൽ സിർഫ് കഹനെ സേ ഹി ബുദ്ധി ടക്കാ ഹോ ജായേഗാ. ബാബ പറയണം മുന്നോട്ട് പോകും തോറും പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ബുദ്ധി ബാബയുടെ ഓർമ്മയിൽ ഇരിക്കും. ജട്ട് പുരുഷാരം കർണയിലേക്ക് പടേക്ക്. ബാബ പറയണ ഇനിയും മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ ആളുകളോട് നിങ്ങൾ ഈ ജ്ഞാനം കൊടുക്കുമ്പോ പരമാത്മാവിനെ പറ്റി പറയുമ്പോഴും പരമാത്മാവിനെ ഓർമ്മിക്കണം എന്ന് അതിന്റെ മഹത്വത്തെ പറയുമ്പോഴേക്കും അവർ പരമാത്മാവിനെ ഓർമ്മിക്കാൻ തുടങ്ങും. അവര് നല്ല പുരുഷാർത്ഥം ചെയ്യാൻ തുടങ്ങും. ബാബ പറയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് അത് സംഭവിക്കും. ധീരെ ധീരെ ജാട് പടയുക. പതുക്കെ പതുക്കെ ഈ ചെടി വളർന്നുകൊണ്ടിരിക്കും. ബച്ചോങ്കോ ബഹോത് പുരുഷാരത് കർണാഹി. ഇവിടെ കുട്ടികള് വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. അന്തോക്കി ലാട്ടി ബന്നാഹി. അല്ലെ, അന്ധന്മാർക്ക് കുട്ടികൾ ഊന്നുവണ്ടിയാകണം. നമ്പർവാർ ബൻതേഹി.
കുട്ടികളെ നമ്പർ വാറായിട്ടാണ് അങ്ങനെ ആകുന്നത്. ദീപമാല ഹോത്തി ഹേ സത്യുഗമേ. ദീപമാല, ദീപാവലി യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്, ദീപങ്ങളുടെ ആ മാല ഉണ്ടാകുന്നത് സത്യുഗത്തിലാണ്, ദസറ സംഗമയുഗത്തിൽ. പക്ഷെ ദസറ 10 തലയെ ഹരിക്കുന്നത് സംഗമയുഗത്തിലാണ്. മഹാത്വ സദൈവ ദീപാവലി, സത്യത്തില് സദാ ദീപാവലിയാണ്. കാരണം ഓരോ ആത്മാക്കളും തേജസ്സോടെ പ്രകാശിക്കുന്ന ചൈതന്യമായ ദീപങ്ങളാണ്. ദിവാലി കാ അർത്ഥ ഹി ഹെ സബ് ആത്മാവും കെ ജ്യോതി ജഗ് ജാതി ഹി. ദീപാവലിയുടെ അർത്ഥം എല്ലാ ആത്മ ജ്യോതികളും ഉജ്ജ്വലമായിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ऐसे नहीं सत्य में कोई ദീപാവലി മനാത്തെ ഹി. സത്യത്തിലെ ദീപാവലി ഒന്നും ആരും ആഘോഷിക്കുന്നില്ല, അവിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ദീപാവലിയാണ്. ദീപേ ആദി ജഗാത്തെ ഹേ, ദീപങ്ങൾ കൊളുത്താറുണ്ട്. നഹി അല്ലെ, അപ്പൊ സത്യത്തിൽ ഇങ്ങനെ ദീപങ്ങളെല്ലാം കൊളുത്തി വെച്ച് ദീപാവലി ഒന്നും ആരും ആഘോഷിക്കുന്നില്ല. അവിടെ ഓരോരുത്തരും ഈ ശരീരമാകുന്ന മൺചട്ടിയിൽ പ്രകാശിക്കുന്ന ഉജ്ജ്വലമായ തേജസ്സുറ്റ ദീപങ്ങളാണ്. നഹി തോ വഹാ ഖുഷിയാ മനാത്തെ ഹേ ജബ് കറോണേഷൻ ഹോത്തെ ഹേ. ബാബ പറയണ അവിടെ സന്തോഷം ആഘോഷിക്കുന്നത് അല്ലെ പട്ടാഭിഷേകം നടക്കുമ്പോഴും കിരീടധാരണം നടക്കുമ്പോഴൊക്കെയാണ് അവിടെ സന്തോഷം ആഘോഷിക്കുന്നത്. ഹരേക്ക് ആത്മ സാഫ് ശുദ്ധ ഹോത്തി ഹേ. സത്യത്തില് ഓരോ ആത്മാവും വളരെ ശുദ്ധമാണ്, ശുദ്ധമായ പവിത്രമായ ആത്മാവാണ്. വഹാ സബ് പവിത്ര ഹി ഹോത്തെ ഹേ. സത്യത്തിലെ എല്ലാ ആത്മാക്കളും ദേവതകള് വളരെ പവിത്രമായ ശുദ്ധമായ ആത്മാക്കളാണ്. തുംകോ രോഷ്നി മിലി ഹി. എങ്ങനെ ശുദ്ധമായിട്ടുള്ള രത്നം വജ്രം എങ്ങനെ പ്രകാശം ചൊരിയുന്നതാണോ അതേപോലെയാണ് അവിടെ ആത്മാവ്, അത്രയും പ്രകാശപൂർണമായ ആത്മാവാണ്. ജैसे बाबा को नॉलेज है वैसे तुम बच्चों को भी. ബാബ പറയണ എങ്ങനെ ബാബയിൽ ജ്ഞാനമുണ്ടോ അതേപോലെ കുട്ടികളിലും ഈ ജ്ഞാനമുണ്ട്. ബാക്കിത്തെ വഹാ സബ് പവിത്ര ഹി ഹോത്തെ ഹി. സത്യയുഗത്തില് എല്ലാവരും പവിത്രമായിട്ടുള്ളവരാണ്. ഖുഷിയാഹി ഖുഷിയാഹി. ഇത്രയും പവിത്രമായ ശുദ്ധമായ ആത്മാവ് നാച്ചുറലായിട്ട് ആനന്ദ സ്വരൂപമാണ് അല്ലെ, അതുകൊണ്ട് അവിടെ പരമാനന്ദമാണ്, നിറഞ്ഞ സന്തോഷമാണ്. ബാബ് സംജാത്തെ ഹേ ബച്ചോം കോ കബി ഡർനാ നഹി. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഒരിക്കലും ഭയപ്പെടരുത്. തുമാരി ലഡായി ബിൽക്കുൽ ഹി അലഗ് ഹേ. നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും വേറെയാണ്. തുമാരി ലഡായി ഹേ ഹി പുരാനെ ദുഷ്മൻ രാവൺ സേ. നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് പഴയ ശത്രുവായ രാവണന്റെ കൂടെയാണ് നിങ്ങളുടെ യുദ്ധം. തും മായാപ്പർ ജീത്ത് പാക്കർ ജഗജ്ജീത് ബൻതേ ഹോ. നിങ്ങൾ മായയുടെ മേലെ വിജയം പ്രാപ്തമാക്കി ജഗജ്ജീത് ആയിട്ട് മാറുന്നു. ബാബ് തുംകോ വിശ്വ കാ മാലിക് ബനാ രഹേ. ബാബ നമ്മൾ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുബൽ സെ കോയി വിശ്വ കാ മാലിക് ബന്നാ സകേ. അല്ലെ, ബാഹുബലത്തിലൂടെ ആർക്കും വിശ്വത്തിന്റെ അധികാരിയാകാൻ സാധ്യമല്ല. അബി ടൈം ബാക്കി തോടാ ഹേ. ഇപ്പോൾ സമയം വളരെ കുറച്ചേ ഉള്ളൂ. വിനാശ് സാമനെ കടാ ഹേ. വിനാശം തൊട്ടു മുന്നിൽ നിൽക്കാണ്. കൽപ്പ് പെലെ മുവാഫി തും രാജുക് സീഖ് രഹേ. കൽപ്പം മുമ്പത്തേതുപോലെ നമ്മൾ കുട്ടികൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗുപ്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കിത്നി ഗുപ്ത പഠായി ഹേ ഇൻകാ കോയി നഹി ജാനത്തെ. ഈ ഗുപ്തമായ പഠിപ്പിനെ കുറിച്ച് ആർക്കും അറിയില്ല. ജിനോനെ കൽപ്പ് പേലെ രാജ്യഭാഗ്യം ലിയ വഹി അഭിലംഘെ. ആരാണോ കൽപ്പം മുമ്പ് രാജ്യഭാഗ്യം നേടിയത് ആ കുട്ടികളാണ് ഇപ്പോഴും നേടുന്നത്. തോ ഉനോക്കാഹി പുരുഷാരം ചെലേക. ആ കുട്ടികളാണ് നല്ല പുരുഷാർത്ഥം ചെയ്യുന്നത്. കഴിഞ്ഞ കൽപ്പത്തിലെ രാജ്യഭാഗ്യം നേടിയ കുട്ടികൾ അല്ലെ, സത്യത്തിലെ രാജ്യ പദവി നേടിയ കുട്ടികള് അവരിപ്പോഴും നല്ല പുരുഷാർത്ഥം ചെയ്യും. ജിത്ന ജിത്ന രാവൺ പർ ജീത്ത് പാത്തെ ചായെങ്കിൽ ഇത്തിനി യാതിക്ക് ശക്തി മിൽത്തി ചായ. എത്രമാത്രം നമ്മൾ രാവണന്റെ മേലെ വിജയം പ്രാപ്തമാക്കിക്കൊണ്ടേ പോകുന്നുവോ അത്രയും ഓർമ്മയുടെ ശക്തി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ബച്ചോങ്കോ ടൈം വേസ്റ്റ് നഹി കർനാ ചാഹിയെ. ഇവിടെ കുട്ടികള് സമയം പാഴാക്കാൻ പാടില്ല. ബാബ कहते हैं कि बच्चे സർവീസ് करते करते तक पहुंच. ബാബ പറയാണ് കുട്ടികളെ സേവനം ചെയ്ത് ചെയ്ത് നിങ്ങൾ തളർന്നു പോകരുത്. बाबा कहते कि बच्चे सर्विस करते करते तक मत जाना. ഫോട്ടോ മേ കോയി ഹി നിക്കൽത്തെ ഹേ. കോടിയിൽ ചിലര് മാത്രമാണ് ബാബയുടെ കുട്ടിയായിട്ട് മാറുന്നത്. ബാബ कहते हैं कि बच्चे സർവീസ് ഫോട്ടോ മേ കോയി ഹി നിക്കൽത്തെ ഹേ. സേവ ചെയ്യുമ്പോൾ കോടിയിലും ചിലരാണ് ബാബയുടെ കുട്ടിയാകുന്നത്. അതുകൊണ്ട് സേവ ചെയ്ത് ചെയ്ത് നിങ്ങൾ തളരരുത്. फिर भी माया का थप्पड़ लगने से फेल हो जाते हैं. മായയുടെ ശക്തമായ അതിശക്തമായ അടി കിട്ടുമ്പോഴാണ് അല്ലെ കുട്ടികൾ തോറ്റുപോകുന്നത്.
മായ ഭി സർവശക്തിവാൻ ഹെ, ബാപ് ഭി സർവശക്തിവാൻ. ബാബയും സർവശക്തിവാനാണ്, മായയും സർവശക്തിവാനാണ്. ആധാ കൽപ്പത്തോ മായ ഭി ജീത്ത് ലേത്തി ഹെ. അരക്കൽപ്പം മായയാണ് ഇവിടെ വിജയം പ്രാപ്തമാക്കുന്നത്. ബാബ്കോ യാദ് കർണ ഹെ ഓർ ശ്രീമത്ത് ലേത്തെ രഹന ഹെ. അല്ലെ, ബാബ പറയാണ് ബാബയുടെ ഓർമ്മയിലിരിക്കണം, ബാബയുടെ ശ്രീമത്തിലൂടെ നടക്കണം. അല്ലെ, ബാബയുടെ ശ്രീമത്ത് സ്വീകരിച്ചുകൊണ്ടേയിരിക്കണം. അച്ഛാ मीठे मीठे सिकीलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. धारणा के लिए मुख्य सार. फर्स्ट पॉइंट, सच्चा प्यार एक बाप से रखना है. സത്യമായ സ്നേഹം ഒരേ ബാബയോട് പുലർത്തണം, ഒരേ ബാബയുടെ അടുക്കൽ വെക്കണം. അല്ലെ, ബാബയുടെ അടുത്ത് സത്യമായ സ്നേഹമുള്ളവരാകണം. ബാക്കി സബ്സെ നഷ്ടോമോക ബന്നാഹി. ബാക്കി എല്ലാവരോടും, അല്ലെ, എല്ലാ ദേഹധാരികളോടും നഷ്ടോമോഹയാകണം. മുഖസേവ കർമ്മേന്ദ്രിയോ സേ കോയി ഭി പാപകർമ്മ നഹി കർണ. വാക്കുകളിലൂടെ, അല്ലെ, ഒരിക്കലും തന്റെ കർമ്മേന്ദ്രിയങ്ങളിലൂടെ, വാക്കുകളിലൂടെ ഒരു പാപകർമ്മങ്ങളും ചെയ്യരുത്. രജിസ്റ്റർ സദാ ടീക്ക് രക്കനാഹി. കുട്ടികളുടെ രജിസ്റ്റർ സദാ നല്ലതാക്കി വെക്കണം. സെക്കൻഡ് പോയിന്റ്, സർവീസ് മേ കഭി തക്കന നഹി ഹെ. സേവനത്തില് സേവ ചെയ്ത് ചെയ്ത് കുട്ടികൾ തളർന്നു പോകരുത്. അപ്നാ ടൈം വേസ്റ്റ് നഹി കർണ ഹെ. തന്റെ സമയം പാഴാക്കി കളയരുത്. ഘർ ഘർ മേ റുഹാനി ഹോസ്പിറ്റൽ പോൽ സബ്കോ യാദ് കി ദവായി ദേനി. അല്ലെ, ഓരോ വീട്ടിലും ആത്മീയ ഹോസ്പിറ്റൽ തുറന്ന് എല്ലാവർക്കും ബാബയുടെ ഓർമ്മയാകുന്ന മൃതസഞ്ജീവനി നൽകണം. ബാബയുടെ ഓർമ്മയാകുന്ന മെഡിസിൻ, ഔഷധം നൽകണം. വരദാനം, പ്രവൃത്തി മേ രഹത്തെ ലൗകികത സെ ന്യാരെ രഹ. പ്രഭു കാ പ്യാർ പ്രാപ്ത് കർണേ വാലെ ലഗാവ് മുക്ത് ഭവ. ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോഴും ലൗകികതയിൽ നിന്നും വേറിട്ടിരുന്ന് പ്രഭുവിന്റെ സ്നേഹം പ്രാപ്തമാക്കുന്ന മോഹമുക്തരായി ഭവിക്കൂ. ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോഴും ലൗകികതയിൽ നിന്നും വേറിട്ടിരുന്ന് പ്രഭുവിന്റെ സ്നേഹം പ്രാപ്തമാക്കുന്ന മോഹമുക്തരായി ഭവിക്കൂ. प्रवृत्ति में रहते लक्ष्य रखो. सेवा स्थान पर सेवा के लिए है. जहां भी रहते वहां का वातावरण सेवा स्थान जैसा हो. ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾ എന്താ ലക്ഷ്യം വെക്കേണ്ടത്? ഗൃഹസ്ഥം എന്ന് പറയുന്നത് കുട്ടികളുടെ സേവാസ്ഥാനമാണ്. സേവാസ്ഥാനം സേവയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിലും അവിടുത്തെ അന്തരീക്ഷം സേവാസ്ഥാനത്തിൻ്റെതാക്കി മാറ്റണം. പ്രവൃത്തി കാ അർത്ഥ ഹെ പരവൃത്തി മേ രഹനെ വാലെ. അല്ലെ, ഗൃഹസ്ഥം, പ്രവൃത്തി, ഗൃഹസ്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗൃഹസ്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്റെ എന്ന ഭാവത്തിന് ഉപരിയായിരിക്കണം. അപ്പൊ ബാബ പറയാണ്, ഗൃഹസ്ഥം നിങ്ങളുടെ സേവന സ്ഥാനമാണ്, സേവാ കേന്ദ്രമാണ്. അല്ലെ, കുട്ടികളുടെ സേവനം, ഗൃഹസ്ഥത്തിലുള്ളവരുടെ സേവനമാണ് കുട്ടികൾ ചെയ്യുന്നത്. പക്ഷെ ഗൃഹസ്ഥത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം ബാബ പറഞ്ഞേ? ഗൃഹസ്ഥത്തിനെ ഹിന്ദിയിൽ പറയും പ്രവൃത്തി, അതായത് പരവൃത്തി, അതായത് എന്റെ എന്നുള്ള ഭാവത്തിന് ഉപരിയായിരിക്കണം. എല്ലാം ബാബയുടെയാണ്, ഒന്നും എന്റെ അല്ല, എല്ലാം ബാബയുടേതാണ്. ബാബ് കാ ഹെ പരവൃത്തി कोई भी आए അനുഭവ करे कि ये न्यारे और प्रभु के प्यारे हैं. ആര് വന്നാലും അവര് അനുഭവം ചെയ്യണം, നമ്മൾ തികച്ചും വേറിട്ടിരിക്കുന്നവരും ബാബയുടെ സ്നേഹിയുമാണ് എന്ന് നമ്മൾ അനുഭവം ചെയ്യണം. അപ്പൊ ആര് വന്നാലും നമ്മൾ എന്താണ് അനുഭവം ചെയ്യേണ്ടത്? അല്ലെ, ബാബ പറയാണ് कोई भी आए तो അനുഭവ करे न्यारे और प्रभु के प्यारे. അല്ലെ, ബാബ പറയാണ് കുട്ടികളെ, ഒന്നും എന്റെയല്ല, എല്ലാം ബാബയുടെയാണ്, എല്ലാം നിന്റെയാണ്. അപ്പൊ നമ്മൾ അനുഭവം ചെയ്യേണ്ടത് നമ്മൾ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നു, പ്രഭുവിന്റെ സ്നേഹിയായിരിക്കും. നമ്മൾ എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നു. കുട്ടികള് എങ്ങനെയായിരിക്കണം? എല്ലാറ്റിൽ നിന്നും വേറിട്ടിരിക്കുന്നവരും പ്രഭുവിന്റെ സ്നേഹിയായിരിക്കണം. കിസി മേ ബി ലഗാവ് നഹി, ആരോടും അറ്റാച്ച്മെന്റ് വെക്കരുത്. വാതാവരൻ ലൗകിക് നഹി അലൗകിക്, അന്തരീക്ഷം ലൗകികമാകരുത്, അലൗകികമായിരിക്കണം. കഹന ഓർ കർണ സമാനഹോ, പറയുന്നതും ചെയ്യുന്നതും തുല്യമായിരിക്കണം, സമാനമായിരിക്കണം. തബ് നമ്പർ 1 മിലേഗ, അപ്പോഴേ കുട്ടികൾക്ക് നമ്പർ 1 ആകാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ ഗൃഹസ്ഥത്തിൽ ജീവിക്കുമ്പോഴും ഗൃഹസ്ഥത്തിന്റെ അന്തരീക്ഷം ഒരിക്കലും ലൗകികമായ അന്തരീക്ഷമാകരുത്, അലൗകികമാക്കി മാറ്റണം.
പറയുന്നതും ചെയ്യുന്നതും സമാനത കൊണ്ടുവരണം. അപ്പോഴേ നമ്മൾക്ക് നമ്പർ 1 ആകാൻ പറ്റൂ. സ്ലോഗൻ സദാ ഖജാനോ സെ സമ്പന്ന സന്തുഷ്ട രഹോ പരിസ്ഥിതിയ ആയേഗി ബദൽ ജായേഗി. സദാ ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്നരായിരിക്കൂ, സന്തുഷ്ടരായിരിക്കൂ. സദാ ഈശ്വരീയ ഖജനാവുകളാൽ സമ്പന്നരായിരിക്കൂ, സന്തുഷ്ടരായിരിക്കൂ. അപ്പോൾ പരിതസ്ഥിതികൾ വരും, പരിതസ്ഥിതികള് പരിവർത്തനമാകും.